പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെയാണ് പോയിരുന്നത്. കാരണം നാട്ടിൽ നല്ല ജോബ് കാര്യങ്ങൾ കിട്ടുന്നില്ല, ഗൾഫിൽ ജോലി എടുത്തിട്ട് മടുത്ത് ഫാമിലീസിനൊപ്പം കൂട്ടാൻ പറ്റുന്നില്ല. കാരണം അവിടുത്തെ സാലറി കൊണ്ട് ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റില്ല. UK ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുപോകാം, ഡിപ്പെൻഡൻറ്റിന് ഫുൾ ടൈം അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓവർ എന്തായി ഇമിഗ്രൻസ് ആയി, അവിടെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളായി, ക്വാളിഫൈഡ് ആവാത്ത ആൾക്കാരാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റിന് ചിലപ്പോൾ അത്യാവശ്യം എഡ്യൂക്കേഷനും കാര്യങ്ങളും ഉണ്ടാവും, ചിലപ്പോൾ ഡിപ്പെൻഡൻറ്റിന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോയി കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടായി. അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നിർത്തിവെച്ചത് കൊടുക്കുന്ന സ്റ്റുഡൻസിന് അഗെയിൻ വീണ്ടും ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും കിട്ടി തുടങ്ങി. പാർട്ട് ടൈമിലുള്ള ഷോർട്ടേജ് കാര്യങ്ങൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ സോൾവായി, എല്ലാം ഓക്കെ ആയി എന്ന് തന്നെ പറയാം. ഇപ്പോൾ പോകുന്ന സ്റ്റുഡൻസിനെ കറക്റ്റായിട്ടൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏത് കോഴ്സിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ചേഞ്ച് ആയിട്ടുണ്ട്, അതൊരു പോസിറ്റീവാണ്. കാരണം അവരുടെ വിക്ടറി സ്പീച്ചിലൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത് UK റീബിൽഡ് ചെയ്യാൻ പോവാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാമർ പറഞ്ഞ അതെ അതെ ചേഞ്ച് ബിഗിൻസ് നൗ. അതെ